നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ദിലീപ് തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ മലയാളികൾക്ക് ദിലീപ് ചിത്രമില്ലാത്ത ആഘോഷവേളകൾ തന്നെ വിരളമായിരുന്നു. ഓണം, വിഷു സമയങ്ങളിലൊക്കെ അടപ്രഥമൻ സദ്യ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്ക് നിർബന്ധമായിരുന്നു ഒരു ദിലീപ് ചിത്രവും. ആദ്യം മുതൽ അവസാനം വരെ എന്റർടൈൻമെന്റ് നിലനിർത്തി കഥ പറയുന്നു എന്നതാണ് ദിലീപ് ചിത്രം കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതാവാനുള്ള പ്രധാന കാരണവും. അത്തരത്തിലൊരു വിന്റേജ് ദിലീപ് ചിത്രം ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്ന ചിത്രം തന്നെയാണ് പവി കെയർടേക്കർ. കൊച്ചിയിലൊരു ഫ്ളാറ്റിൽ കെയർടേക്കറായി ജോലി ചെയ്യുന്ന പവി ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു മനുഷ്യനാണ്. പവി സീരിയസ് ആയി കാണുന്ന പല വിഷയങ്ങളും പവിയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് മണ്ടത്തരങ്ങളിലാണ്. അങ്ങനെ ഇരിക്കെ പവിയുടെ ജീവിതത്തിൽ അദൃശ്യമായൊരു സ്ത്രീ കടന്നു വരുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ ദിലീപിന്റെ വൺമാൻ ഷോ തന്നെയാണ് പവി കെയർടേക്കർ എന്ന ചിത്രം. ആദ്യകാല ദിലീപ് ചിത്രങ്ങളിലൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ സ്ക്രീനിൽ നിന്ന് കിട്ടുന്നൊരു എനർജി ഈ ചിത്രത്തിലെ ചില സീനുകളിലെല്ലാം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. പവി എന്ന കഥാപാത്രം ഒരിക്കലും ദിലീപിനെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രവുമല്ല. പറക്കും തളിക പോലുള്ള ചിത്രങ്ങളിലെ കോമഡി രംഗങ്ങൾ ഈ ചിത്രത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഏശാതെ പോകുന്നുണ്ട്. 5 പുതുമുഖ നായികമാർ അണിനിരക്കുന്ന പവി കെയർടേക്കർ എന്ന ചിത്രത്തിൽ രാധിക ശരത് കുമാർ, ജോണി ആന്റണി, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രം പവിയുടെ കഥയായതിനാൽ മറ്റു താരങ്ങൾക്ക് തിരക്കഥ വലിയ പ്രാധാന്യം നൽകുന്നില്ല. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ എന്ന സംവിധായകൻ പവി കെയർടേക്കർ എന്ന ചിത്രത്തിലെത്തുമ്പോൾ താൻ മുൻകാല സിനിമകളിൽ പിന്തുടർന്നിരുന്ന കഥ പറയുന്ന രീതിയിൽ നിന്ന് മാറി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ദിലീപ് എന്ന നടനെ പ്രസന്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ സിനിമയിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. ആ ശ്രമം തന്നെയാണ് ചിത്രത്തിലൊരു വെല്ലുവിളിയാവുന്നതും. പ്രേക്ഷകന്റെ സിനിമാസ്വാദന രീതിയിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംവിധായകന്റെ അത്തരത്തിലുള്ളൊരു ശ്രമം പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറയാതെ വയ്യ. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥ എഴുതുന്ന ഈ ചിത്രത്തിൽ അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന്റെ എഴുത്ത് രീതികൾ തന്നെയാണ് രാജേഷ് രാഘവൻ ഈ ചിത്രത്തിലും പിന്തുടരുന്നത്. ഷിബു ചക്രവർത്തിയുടെ ഗാനങ്ങൾക്ക് മിഥുൻ മുകുന്ദനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ആസ്വാദികരമല്ലെങ്കിലും ഒരു ഓണപ്പാട്ട് മാത്രമാണ് കേട്ടിരിക്കാൻ അല്പം രസമാണെന്ന് തോന്നിയത്. അതിൽ നിത്യമാമൻ പാടിയ കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് കേട്ടിരിക്കാൻ അല്പം രസമുള്ളത്. ആകെ മൊത്തത്തിൽ പഴയ ഫ്ലേവറിലുള്ള ഒരു ദിലീപ് ചിത്രത്തിന്റെ അവതരണ രീതി തന്നെയാണ് സിനിമയിൽ ഉടനീളം നിലനിൽക്കുന്നതെങ്കിലും ദിലീപിന്റെ മുൻ ചിത്രങ്ങളായ വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, തങ്കമണി എന്നീ ചിത്രങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു തവണ തിയേറ്ററിൽ കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെയാണ് പവി കെയർടേക്കർ.